ഭദ്രദീപം തെളിയിക്കുക എന്ന് പറയുമ്പോൾ അത് നിലവിളക്കില് 5 തിരിയിട്ടാണ് കത്തിക്കേണ്ടത്. 4 ദിക്കുകളിലേക്കും 5ാമത്തെ തിരി ഈശാന കോണിലേക്കുമായിട്ടാണ് നമ്മൾ ഇടേണ്ടത്. ഗൃഹത്തിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓരോ തിരിവീതമായിട്ടാണ് ദീപം തെളിക്കാറ് എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ 2 തിരി കൂടി വരുന്ന രീതിയിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് കത്തിക്കുക എന്നുള്ളൊരു സമ്പ്രദായം അത് പഴയ കാലത്ത് തുണി കൊണ്ട് തിരി വിരിച്ച് ഇടുമ്പോഴാണ് അങ്ങനെ ചെയ്യാറില്ല. ഇന്നിപ്പോ നമ്മളെല്ലാവരും വാങ്ങിക്കുന്ന തിരിനൂലാവുമ്പോൾ അതിൽ ധാരാളം തിരികൾ കൂട്ടിച്ചേർത്ത് വിരിച്ച ഒരു തിരിയാവുകൊണ്ട് അങ്ങനെ വേണമെന്നില്ല. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ തെളിയിക്കുന്ന ദീപത്തിന്റെ നാളത്തിന് മുകളിൽ നിന്ന് ഒരു കാരണവശാലും പുക ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ദീപത്തിന്റെ ആ ഒരു ആകൃതി മുല്ലമൊട്ട് പോലെ നിന്ന് കത്തണം എന്നാണ്. ഇളകാതെ ഊർധ്വമുഖമായിട്ട് മുകളിലേക്ക്, എന്നാൽ ഒരുപാട് ജ്വലിച്ച് അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ദീപം തെളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ഗൃഹങ്ങളിൽ ഭദ്രദീപം തെളിയിക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. നിലവിളക്കില് 5 തിരിയിട്ടാണ് കത്തിക്കേണ്ടത്. 4 ദിക്കുകളിലേക്കും 5ാമത്തെ തിരി ഈശാന കോണിലേക്കുമായിട്ടാണ് നമ്മൾ ഇടേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഭദ്രദീപം തെളിയിക്കുന്നത് ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വസ്തുതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില ഗൃഹങ്ങളിൽ അത് നെയ് കൊണ്ടാണ്, ചില ഗൃഹങ്ങളിൽ എണ്ണ കൊണ്ട് തന്നെയാണ് തെളിയിക്കാറുള്ളത്. ഏതായാലും അങ്ങനെ ഭദ്രദീപം തെളിയിക്കുന്നതും നമ്മുടെ ഗൃഹത്തിന് ഐശ്വര്യപൂർണമാകുന്നതിന് നല്ലതാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദീപമെല്ലാം എണ്ണ തീർന്ന് കരിയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളതാണ്. എണ്ണ തീരുന്ന സമയം കണക്കാക്കി നമ്മൾ ആ ദീപം അണയ്ക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് അണയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഊതിക്കെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അതായത് വായ കൊണ്ട് ഊതിക്കെടുത്തുമ്പോൾ വായിൽ നിന്നുള്ള തുപ്പലങ്ങളുടെ ദിപ്സങ്ങളൊക്കെ തെറിച്ച് അത് അശുദ്ധമാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഊതിക്കെടുത്താൻ പാടില്ല എന്ന് പറയുന്നത്. ചിലര് കൈകൊണ്ട് ആ തിരികളെ എണ്ണയിലേക്ക് ഇറക്കി എടുത്താറുണ്ട്. അങ്ങനെയും ചെയ്യാൻ പാടില്ല. മറ്റൊരു ചെറിയ ഈർക്കിലിയോ അല്ലെങ്കിൽ ചന്ദനത്തിരിയോ എന്തെങ്കിലും എടുത്തിട്ട് ആ തിരി കീഴോട്ട് ഇറക്കി, പക്ഷെ അപ്പൊ എണ്ണ ഉണ്ടെങ്കിൽ അത് കെടുള്ളൂ, അല്ലെങ്കിൽ അത് കെടാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് കൈകൊണ്ട് ഇങ്ങനെ കെടുത്തുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. പലരും അങ്ങനെ കെടുത്തുന്നത് തെറ്റായ പ്രവണതയാണെന്ന് ധരിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. സ്വാമിയേ ശരണമയ്യ.